വേഗം പറയേ, നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടെ പോയിരിക്കുന്നു എന്നോട് പറയേ. ഇത് ശരിക്കുള്ള മെനിക്വൻസ് ആയിരുന്നു. ഹോയ് ഹോയ് ഹോയ്, എന്റെ പിള്ളേരെ, അമ്മ പിണങ്ങിയിരിക്കണമെങ്കിൽ തമാശ പറഞ്ഞാലും ചിരിക്കില്ല. ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, ഡ്രസ്സിനൊന്നും അധികം വില കാണില്ല. അടി കൈ. വില കുറവോ? എനിക്കിത് ഇത്തിരി കൂടുതലായിട്ടാ തോന്നുന്നേ. ഈ ചെറിയ ബോർഡിന് പോലും 1200 രൂപയാ. എടാ കഴുത സെയിൽസ് ബോർഡാ, അല്ലാതെ ബോർഡിന്റെ റേറ്റ് അല്ല. സാരിയുടെ കൂടെ ചുരിദാർ ഫ്രീ, പാന്റിന്റെ കൂടെ സെന്റ് ഫ്രീ, പാല് കുടിച്ചാൽ ആരോഗ്യം ഫ്രീ, എല്ലാത്തിനും 50% ഡിസ്കൗണ്ട് ആണ്. 50% കിഴിവ്. ചുരിദാർ, സാരി, പാന്റ് എല്ലാം ഉണ്ട്. അതെ പിള്ളേരെ, ഫേസ്ബുക്കിൽ ചിലർ നടത്തും ഹാക്കിംഗ്. വരൂ നമുക്ക് നടത്താം ഷോപ്പിംഗ്. അടി കൈ. 50% ഡിസ്കൗണ്ടോ? അതായത് 120ന്റെ പാന്റ് 60 രൂപയ്ക്ക് കിട്ടുമല്ലേ? എങ്കിൽ തന്നേക്ക്. അയ്യോ, റേറ്റിനല്ല, ഐറ്റത്തിനാണ് 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ 50% ഡിസ്കൗണ്ടില് 2 ചെരുപ്പിന് പകരം ആകെ 1 ചെരുപ്പ് മാത്രമേ തരുള്ളൂ? അയ്യോ, അങ്ങനെയല്ല, ചെരുപ്പൊക്കെ ജോഡിയായിട്ട് തന്നെ തരും. പക്ഷെ സൈസ് 6 ആണെന്നുണ്ടെങ്കിൽ അതിന് പകരം 4 ആയിരിക്കും തരുന്നത്. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡിസ്കൗണ്ട് അല്ലേ? അതാണിങ്ങനെ 50. അതെ കടക്കാരാ, അശ്വതി അച്ചു എന്ന പേരിലുണ്ട് ഫേക്ക് അക്കൗണ്ട്. ഇതാണോ നിങ്ങൾ പറഞ്ഞ വലിയ ഡിസ്കൗണ്ട്? അടി കൈ. ഇയാൾ 50% സാധനങ്ങൾ വിറ്റ് ഇയാളുടെ തലച്ചോറും 50% ഉള്ളൂ എന്നാ തോന്നുന്നേ. സംശയമുണ്ടോ? അതെ എന്റെ ലൈലാബായ്, മെനിക്യൂറായിട്ട് ഇങ്ങനെ നിക്കാൻ നല്ല രസമുണ്ടാ. എടാ ലൈലേ അല്ലടാ, ലാൽ എന്നാ എന്റെ പേര്, മനസ്സിലായോ? അതിനിങ്ങനെ കിടന്ന് തുള്ളുന്നത് എന്തിനാ ചേട്ടാ? ഞാൻ ജസ്റ്റ് ചേട്ടനെ ഒന്ന് പൊക്കി പറഞ്ഞതല്ലേ. നിനക്കെന്നെ പൊക്കി പറയാൻ ഈ സ്ഥലം മാത്രമേ കിട്ടിയുള്ളൂ. നോക്ക്, നമ്മളിവിടെ മോഷ്ടിക്കാൻ വേണ്ടിയാ വന്നത്. അധികം അനങ്ങണ്ട, അല്ലെങ്കിൽ ചിലപ്പോ പിടിക്കപ്പെടും. മനസ്സിലായോ ചേട്ടാ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആ പോയ 4 പേരെ ചേട്ടൻ മറന്നുപോയോ? മറക്കാനോ? ഇവന്മാര് അങ്ങനെങ്ങ് മറക്കാൻ പറ്റുമോ? ഇത് അവന്മാര് തന്നെയാ. ഇവന്മാര് കാരണമാണ് നമ്മൾ ജയിലിൽ പോകേണ്ടി വന്നത്. ഇന്നിവന്മാരെ നമുക്ക് ഒടിച്ചു മടക്കി 4 കഷ്ണങ്ങളാക്കി കൊടുക്കാം. കേട്ടോ ലൈലാബായി? എടാ നിന്നോടല്ലടാ പറഞ്ഞത്, ലൈലല്ല ലാല്, ലാൽ. മാത്രമല്ല, ഒടിച്ചു മടക്കി ആകെ 2 കഷ്ണം മാത്രമേ കിട്ടുള്ളൂ. നീ വാ, ഇവിടുത്തെ പണി ഏതായാലും കഴിഞ്ഞു. ഇവിടുന്ന് നമുക്ക് വേഗം പോവാം. എന്നിട്ട് യുവന്മാരെ ഇട്ട് വട്ടം ചുറ്റിക്കാം. വേഗം വാ. അയ്യോ, എന്റെ ഡ്രസ്സ് മുഴുവനും കള്ളന്മാര് കൊണ്ടുപോയേ. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും ഒന്ന് വേഗം പോലീസിനെ വിളിക്കണേ. എന്റെ കച്ചവടം മൊത്തം പോയേ. അയ്യോ. ഞാൻ രാവിലെ ജോലിക്ക് പോയാൽ വൈകിട്ട് വീട്ടിലേക്ക് വരൂ. ഒരു 4 ഗ്ലാസ് ജ്യൂസും 1 പാക്കറ്റ് ചിപ്സും തരൂ. അടി കൈ. കെന്ന സാറേ, ഇതാ അവിടെ ഒരു ചെരുപ്പ് കടയുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിപ്പോ അതെടുക്കോ അതോ ഇതെടുക്കോ മനസ്സിലാവുന്നില്ലല്ലോ. ഇത് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. സാറിങ്ങോട്ട് പോരെ, എല്ലാത്തിനും 50% ഡിസ്കൗണ്ട് ഉണ്ട്. അതെ ചേട്ടാ, മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ രസമാണ്. പിന്നൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് വേണ്ടത് റണ്ണിങ് ഷൂസ് ആണ്. അതിനിപ്പോ എന്തുട്ടാ, നല്ല കിടിലൻ ഷൂസ് അല്ലേ ഉള്ളത്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും 50% ഡിസ്കൗണ്ട് തരാന്നേ. പിന്നെ നിങ്ങൾ 50% ഡിസ്കൗണ്ടിൽ ഫുൾ പാന്റിന് പകരം ഹാഫ് പാന്റും സൈസ് 6 ചെരുപ്പിന് പകരം 4 സൈസ് ചെരുപ്പൊന്നും എടുത്ത് തരില്ലല്ലോ അല്ലേ? എന്റെ സാറ് ഇവിടെ 50% ഡിസ്കൗണ്ട് കൊടുക്കണത്. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ ഏതാ 100% വിശ്വസിക്കട്ടാ. മാത്രമല്ല, പാന്റിന് ചേർന്ന 1 ജോഡി ഷൂസും ഞങ്ങളോടൊന്ന് കൊടുക്കും. എന്നാ പിന്നെ ചേട്ടാ, എനിക്ക് വേണ്ടി കുറച്ച് പാന്റും ഷൂസും ഒക്കെ വേഗം ഒന്ന് എടുത്ത് കാണിക്കാം. അതിനെന്താ? അല്ല, ഇതെന്താ മാംഗോ ജ്യൂസ് ആയിരുന്നു അതോ മാംഗോ ഷേക്ക് ആയിരുന്നു? എത്ര പെട്ടെന്ന് തീർന്നു പോയത്?
ചേട്ടാ അതിന് 2 ചിപ്സ് എടുത്ത് എവന്റെ മേത്തേക്ക് ഇട്ടേക്ക്. അപ്പൊ മറ്റോ വിചാരിച്ചോളും ഇവരാണ് ആ ചിപ്സ് എടുത്ത് കഴിച്ചതെന്ന്. ആദ്യമായിട്ടാണ് നീ ബുദ്ധിപരമായ ഒരു കാര്യം പറഞ്ഞത്. കൊള്ളാം, അടിപൊളി. വലിയ നീ നിന്റെ ജ്യൂസ് കുടിച്ചതും പോരാഞ്ഞ് എന്റെ ചിപ്സ് കൊടുത്ത് കഴിച്ചല്ലേ? നിന്റെ ചിപ്സ് പോയിട്ട് ഞാൻ എന്റെ ജ്യൂസ് പോലും മര്യാദക്ക് കുടിച്ചില്ല, അറിയോ? കള്ളം പറയുന്നോടാ. ഇപ്പൊ നിന്നെ ശരിയാക്കി തരാം ഞാൻ. എടാ മണ്ടന്മാരെ, നിങ്ങളുടെ ഈ വഴക്ക് കണ്ടിട്ട് ദാ ഈ മെനിക്യൂൻസ് പോലും ചിരിക്കുകയാണ്. വെറുതെ മാർക്കറ്റ് വെച്ച് നാണക്കേട് ഉണ്ടാക്കരുത്. വാ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. എന്റെ അമ്മേ, ആരാ ആരാ എന്നെ തല്ലിയത്? ഇവിടെയും കാണുന്നില്ലല്ലോ. ചിലപ്പോ പേടിച്ച് ഓടിക്കാണും. കന്നാ സാറേ, സാറിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? അതേ കുട്ടികളെ, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഉടുക്കോലോ മുണ്ട്, 5 ഷർട്ടും എടുത്തു, 4 പാന്റും വാങ്ങിച്ചു. അടികൈ. ഇതില് ഷർട്ട് പോയിട്ട് പാന്റ് പോലും ഇല്ലല്ലോ കന്നാ സാറേ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഖന്നാ സാറ് വാങ്ങിയ ഉടുപ്പ് മാത്രമല്ല, നമ്മൾ വാങ്ങിയ ഉടുപ്പുകളും ഒന്നും കാണുന്നില്ല. എനിക്കേതായാലും നല്ല ഭാഗ്യമുണ്ട്. എന്റെ സഞ്ചി നന്നായിട്ട് നിറഞ്ഞിരിക്കുക, കാറ്റ് കയറിയിട്ട്. എടാ പൊട്ടാ, നിന്റെ സഞ്ചി കാലിയാണ്. ഇവിടെ അങ്ങനെ കള്ളന്മാരെ ആരും തന്നെ കാണുന്നില്ലല്ലോ. പിന്നെ ആരായിരിക്കും മോഷ്ടിച്ചത്? മോഷ്ടിച്ചതാരാണെങ്കിലും അയാൾ അധികം ദൂരം പോയി കാണില്ല. വാ, അന്വേഷിക്കാം. അതെ, ചുമ്മാ അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പറയാം. അത് പിന്നെ ചേട്ടാ, ഇതുവഴി ഏതെങ്കിലും കള്ളന്മാരെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നത് ചേട്ടൻ കണ്ടായിരുന്നോ? എനിക്കൊന്നും അറിയില്ല. നീ ലൈലാബായിയോട് ചോദിക്കേ. ദേ ആ സൈഡിൽ നിൽപ്പുണ്ട്. എടാ ലൈല എന്നല്ലടാ, ലാൽ ലാൽ LAL ലാൽ. എന്താ എന്റെ പേര്? എത്ര പ്രാവശ്യം പറഞ്ഞു? മജനുവിന്റെ കൂടെ ലൈലയല്ലേ ചേരൂ ഭായ്. ആ, അല്ലെങ്കിൽ ലൈലയുടെ കൂടെ മജിന് മാത്രമേ ചേരുള്ളൂ. എടാ, നീ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. നീ എന്ത് ചോദിക്കാനാ ഇങ്ങോട്ട് വന്നത്? കള്ളൻ എവിടെയാണെന്നല്ലേ? കള്ളൻ ദാ അവിടെ ഉണ്ട്, അങ്ങോട്ടേ ഇല്ലേ? ഒരുപാട് നന്ദിയുണ്ട് മെനിക്കുൻ സാറേ. സാറ് പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിൽ പോലും സാറിന് നല്ലൊരു മനസ്സുണ്ട്. ബണ്ണി, കള്ളം പോയത് ഇടത്തോട്ടാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എന്നോട് ഇക്കാര്യം പറഞ്ഞതേ ആ മെഡിക്കൻസ് ആണ്. അല്ല, അയ്യോ, അത് പിന്നെ ഇവരിത് എവിടെ പോയി? അല്ല, അത് പിന്നെ ഈ മെനിക്യൂൺസിന് എങ്ങനെ ഓടാൻ കഴിയുന്നേ? അവർക്ക് അങ്ങനെ വഴി പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഓടാനും പറ്റും. നാളെയാണ് ഞാൻ മീറ്റിംഗിന് വേണ്ടി ബാംഗ്ലൂർ പോകുന്നത്. ആ മെനിക്യൂൻസ് എന്നെ ഉടുപ്പുകൾ കൊണ്ടാ ഓടുന്നത്. വേഗം മെനിക്യൂൻസുകൾ അടിക്ക്. വേഗം പറയേ, നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടെ പോയിരിക്കുന്നത് എന്നോട് പറയേ. പറയേ. ഇത് ശരിക്കുള്ള മെനിക്യൂൺസ് ആയിരുന്നു. അത് തെറ്റാണ്. നമ്മളെക്കാളും മൂത്തവരെ ചെരുപ്പ് കൊണ്ട് എറിയരുത്. നിങ്ങൾ ഇവന്റെ തലയൊടിച്ച് കളഞ്ഞല്ലേ? ഇനി ഇവനെങ്ങനെ അഥവാ ഫേമസ് ആയി കഴിഞ്ഞാ ഇവന്റെ ഫോട്ടോ എങ്ങനെയാ എടുക്കുക? വേഗം ഓടിക്കോടാ മജനു. നമ്മുടെ വണ്ടി ഇത് എവിടെയാ ഇട്ടിരിക്കുന്നേ?
ലൈലാഭായ് അവന്മാർ ഇവിടെ വന്ന് നമ്മൾ രണ്ടുപേരെ വലിച്ചു കയറി ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് തടി തപ്പാം. വേഗം കയറിക്കോ. എടാ മജിനു, നീ വേഗം വണ്ടി എടുക്ക്. വണ്ടി വിട്ടോ, ചവിട്ടി വിട്ടോ. ഭായ് സ്റ്റിയറിംഗ് നോക്കിക്കോ. ഞാൻ പോയി ആ 4 എണ്ണത്തിനിട്ടും നല്ലൊരു പണി കൊടുത്തിട്ട് വരാം. എനിക്ക് ഒന്നും തന്നെ ശരിക്കും കാണാനായിട്ട് കഴിയുന്നില്ലല്ലോ. മാറിക്കോ മാറിക്കോ. Left, right, left. കുട്ടികളെ മുന്നിൽ നിന്ന് മാറി നിന്നോ. എത്രയാ വില? അതോ അത് കിലോയ്ക്ക് 200 രൂപ. എന്റെ ലൈലാഭായ് കാറിന്റെ സ്പീഡ് ഒന്ന് കൂട്ട്. അവന്മാര് പുറകെ ഉണ്ട്. എടാ ലൈലേ നല്ലടാ. ലാലേ ലാലേ. എന്റെ ഭായി ആ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കേ. എന്തായി ചെയ്യുന്നത്? ആ സ്റ്റിയറിംഗ് ഒന്ന് സൂക്ഷിക്കന്റെ ഭായി. എടാ മണ്ട, സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? കാർ പപ്പട പോലായത് നീ കണ്ടില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങളോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം. നമ്മൾ ഒരിക്കൽ കൂടെ തോറ്റുപോയി ലൈലാഭായ്. എടാ ലൈല അല്ലടാ, ലാലേ ലാലേ. പുലിമുരുകല്ലേ ലാലില്ലേ, അതുപോലത്തെ ലാല്. കള്ളൻ എത്ര തന്ത്രശാലിയാണെങ്കിലും അവസാനം പിടിക്കപ്പെടുക തന്നെ ചെയ്യും.